ഹലോ, വെൽക്കം ടു ഫുഡ് ഇൻഷി. ഞാൻ കുറച്ച് പുഴുങ്ങിയ ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെ വീട്ടിൽ വല്ല കട്ട്ലേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ബാക്കി വരില്ലേ, അങ്ങനത്തെ എടുത്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2-3 ഉരുളക്കിഴങ്ങ് ബാക്കി വന്നാണ്. അപ്പോൾ അത് ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനെക്കൊണ്ട് നമുക്കൊരു വൈകുന്നേരത്തെ ചായക്കുള്ള സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് ചില്ലി ഫ്ലേക്സ്, അതുപോലെ തന്നെ 2-3 പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് വെളുത്തുള്ളി, കറിവേപ്പില, പിന്നെ 1/4 കപ്പ് കോൺഫ്ലവർ, അതുപോലെ തന്നെ 1/4 കപ്പ് മൈദ, ഉപ്പ് ആവശ്യം പോലെ ഇട്ട് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇതൊക്കെ നന്നായി ഇളക്കി ചേർത്തെടുക്കാം. നമുക്ക് നന്നായി കുഴച്ചെടുക്കാം. എന്നിട്ട് സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇത് നന്നായി ചേർത്തെടുക്കണേ. അപ്പോൾ അതൊക്കെ നന്നായി ചേർത്തെടുക്കുന്നുണ്ട്. ഇതിൽ കുറച്ച് സവാള ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ ചേർത്തെടുക്കാം. സവാള ചേർക്കണം. നമുക്കിത് പൊരിച്ചെടുക്കാം. ഞാൻ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് പൊരിക്കാം. അപ്പോൾ ഓയിൽ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. ഞാനിത് ഇതേപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. നമ്മളെ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് ഓയിൽ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുത്താൽ മതി. കുറച്ച് ഓയിൽ എടുക്കുക, ഒന്ന് കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇപ്പോൾ ഇങ്ങനെ ഇതേപോലെ ബോളാക്കിയിട്ട് ഇടണമെങ്കിൽ ഇതും ചെയ്യാം. ഇങ്ങനെ ആകുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് എണ്ണയിലിട്ട് കൊടുക്കാം. തീ ചെറുതാക്കി വെച്ചെടുത്താൽ മതി. ഇതെല്ലാം നമുക്ക് ഇതിട്ടിട്ട് പൊരിച്ചെടുക്കാം. വെള്ളം ഒഴിഞ്ഞിട്ട് ഇതേപോലെ എണ്ണയിലേക്ക് ഇട്ടെടുത്താൽ മതി. ഇത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിത് എടുക്കാം. എന്നിട്ടൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടി. ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ ഉരുളക്കിഴങ്ങൊക്കെ പുഴുങ്ങിയൊക്കെ ബാക്കി വരില്ലേ, അപ്പോൾ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് 3-4 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ. അത് പൊടിച്ചപ്പോൾ 1 കപ്പുണ്ട്. അപ്പം അതിന് ഞാൻ ഒരു 1/2 കപ്പ് മൈദയും കൂട്ടി 1/2 കപ്പ് കോൺഫ്ലവറും, അത്രേ ഉള്ളൂ. ഓരോന്നും ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിച്ചോട്ടെ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ചെയ്യണം. ഓക്കെ, ബൈ.